ലോകത്തെ വീണ്ടും നടുക്കി വിമാന ദുരന്തം. ദക്ഷിണ കൊറിയയിലെ മുവാനിൽ വിമാനം തകർന്നു വീണ് 179 യാത്രക്കാരും മരിച്ചു. 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടതെന്നാണ് കൊറിയൻ ന്യൂസ് ഏജൻസി അറിയിക്കുന്നത്. പക്ഷി ഇടിച്ചത് മൂലമുള്ള ലാൻഡിംഗ് തകരാറാണ് അപകട കാരണമെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. ദക്ഷിണ കൊറിയക്കാരാണ് മരിച്ചവരിലേറെയും. അപകടത്തിൽ ജെജു വിമാന കമ്പനി മാപ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കണ്ടുവരാം. പക്ഷി ഇടിച്ചതിനെ തുടർന്നുണ്ടായ ലാൻഡിംഗ് തകരാറാണ് കാരണമെന്ന് പറയുന്നു. അതിനുശേഷം ഹൈഡ്രോളിക് സംവിധാനം പരാജയപ്പെട്ടുവെന്നും ലാൻഡിംഗ് ഗിയർ പ്രവർത്തിച്ചില്ല എന്നുമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. അതിനെ തുടർന്ന് റൺവേയിലേക്ക് ഇറങ്ങുന്ന ജെജു വിമാന കമ്പനിയുടെ ബോയിങ് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറുന്നതും പ്രേക്ഷകർക്ക് കാണാം. ബെല്ലി ലാൻഡിംഗ് നടത്തിയതിനു ശേഷമാണ് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി സുരക്ഷാ വേലിയുള്ള മതിലിലേക്ക് പോയി ഇടിക്കുന്നത്. ഇടിച്ചതിന് ശേഷം വിമാനം പൂർണ്ണമായും അഗ്നിഗോളമായി മാറുകയായിരുന്നു. വിമാനത്തിൻ്റെ ടെയിൽ എൻഡിൽ, വിമാനത്തിൻ്റെ ഏറ്റവും പിന്നിലുണ്ടായിരുന്ന 2 വിമാനത്തിലെ ജീവനക്കാർ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി 179 യാത്രക്കാരും ഈ അപകടത്തിൽ മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നമുക്കൊപ്പം അഖിലശ്രീ ചേരുന്നുണ്ട്. അഖിലശ്രീ, കസാക്കിസ്ഥാനിലെ അപകടത്തിന് ശേഷം വലിയൊരു വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. 179 പേരും മരിച്ചു എന്നാണോ ഇപ്പോൾ കൊറിയൻ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്? അഖില. തീർച്ചയായും അരുൺകുമാർ, ഏറ്റവും ദാരുണമായ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആകെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് 181 യാത്രക്കാരായിരുന്നു. ഇതിൽ 2 പേരെ മാത്രമാണ് ഈ ദാരുണമായ സംഭവത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അതിലൊരാൾ യാത്രക്കാരനും മറ്റൊരാൾ ക്രൂ മെമ്പറുമാണെന്നാണ് ഇപ്പോൾ രക്ഷാസേന അംഗങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാരണവും ഇപ്പോൾ അവിടുത്തെ, അതായത് മുവാൻ എയർപോർട്ടിലെ അഗ്നിശമന മേധാവി ഇപ്പോൾ ടെലിവിഷൻ ബ്രീഫിംഗിൽ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, ബേർഡ് സ്ട്രൈക്ക് തന്നെയാണ് ഇതിന് അപകട കാരണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടെലിവിഷൻ സന്ദേശത്തിലൂടെ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വിമാനത്തിൻ്റെ ഒരു പക്ഷികൾ ഇടിക്കുകയും അതോടൊപ്പം തന്നെ ലാൻഡിംഗ് ഗിയറിന് തകരാറ് വരികയും ചെയ്തു എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഈ വിമാനം തകരുന്ന ദൃശ്യങ്ങളിലും ഒരു കാര്യം വ്യക്തമാണ്. ഇതിൻ്റെ അവസാനത്തെ വീലുകളൊന്നും ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് ലാൻഡിംഗ് ഗിയർ തകരാറിലായതോടൊപ്പം തന്നെ വീലുകളൊന്നും അനങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ ഇവർ കൂട്ടിപ്പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു തവണ ഇവർ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അത് നടക്കാതെ വന്നതോടെ ഒരു ക്രാഷ് ലാൻഡിങ്ങിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ എല്ലാം കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഭീകരമായ സാഹചര്യമുണ്ടായി. ഇതോടൊപ്പം മറ്റൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നത്, വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ കുടുംബത്തിന് അയച്ച ഒരു സന്ദേശത്തിൽ, അവസാന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു വിമാനത്തിൻ്റെ ചിറകിൽ പക്ഷി ഇടിച്ചു എന്നൊരു വിവരം. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വെച്ചിട്ടാണ് ഇത് പക്ഷി ഇടിച്ചതാകാമെന്ന ഒരു പ്രാഥമിക നിഗമനത്തിലെത്തിയിരിക്കുന്നത്. രാവിലെ മുതൽക്ക് വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടന്നിരുന്നു. ഇപ്പോൾ വിമാന കമ്പനിയും മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അതിദാരുണമായ സംഭവമായി പോയി. അപകടത്തിൽ മരിച്ച കുടുംബാംഗങ്ങളോടൊപ്പമാണ് തങ്ങളെന്ന് ജെജു വിമാന കമ്പനിയും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. 2005 ജെജു ദക്ഷിണ കൊറിയയിൽ സേവനം ആരംഭിക്കുന്നത്. അതായത് ലോ കോസ്റ്റ് ഫ്ലൈറ്റ് സർവീസ് ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ മരിച്ചവരിൽ എല്ലാവരും തന്നെ ദക്ഷിണ കൊറിയക്കാരാണെങ്കിലും 2 യാത്രക്കാർ തായ്ലൻഡ് സ്വദേശികളാണെന്നും ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതിദാരുണമായ സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രാദേശിക സമയം രാവിലെ ഏതാണ്ട് 9:03 ഈ അപകടമുണ്ടായത്. അപകടമുണ്ടായപ്പോൾ തന്നെ വിമാനത്താവളത്തിലെ രക്ഷാവേലിയിലേക്ക് ഇടിച്ചു കയറുകയും തീഗോളമായി മാറുകയും ചെയ്യുകയായിരുന്നു. ലോകത്തെ നടുക്കിയ കസാക്കിസ്ഥാനിലുണ്ടായ വിമാന അപകടത്തിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു ദുരന്തം, ആഴ്ചകൾക്ക് പോലും വ്യത്യാസമില്ലാതെ ഒരു വലിയ ദുരന്തം ഇപ്പോൾ നടക്കുന്ന തരത്തിലുണ്ടായിരിക്കുന്നത്. 179 യാത്രക്കാരും മരിച്ചുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അവിടുത്തെ ഫയർ ഏജൻസി തലവനെ കോട്ട് ചെയ്തുകൊണ്ടാണ് 179 യാത്രക്കാരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം അന്തർദേശീയ മാധ്യമങ്ങൾ 85 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സ്ഥിരീകരണമില്ല. എന്തായാലും ബേർഡ് സ്ട്രൈക്കാണ് ഇത്തരത്തിലുള്ളൊരു അപകടത്തിന് കാരണമെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നു. ലാൻഡിംഗ് ഗിയർ തകരാറുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ബാങ്കോക്കിൽ നിന്ന് ദക്ഷിണ കൊറിയയിലേക്ക് എത്തിയ, സൗത്ത് കൊറിയയിലേക്ക് എത്തിയ ബോയിങ് വിമാനമാണ് തകർന്നു വീണത്. പ്രേക്ഷകർക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ബെല്ലി ലാൻഡിംഗ് നടത്തിയതിനു ശേഷം അതിൻ്റെ ലാൻഡിംഗ് ഗിയറുകൾ കംപ്ലൈൻ്റ് ആയിരുന്നു. ആ ലാൻഡിംഗ് ഗിയറുകൾ കംപ്ലൈൻ്റ് ആയതിനു ശേഷമാണ് അപ്പോൾ വിമാനം ആകാശത്ത് വെച്ച് തന്നെ പക്ഷിയുമായിട്ട് ഇടിക്കുന്നു. ഒരു യാത്രക്കാരൻ അയച്ച മെസ്സേജിൽ പറയുന്നത് അന്ത്യ മെസ്സേജ് ആയിരിക്കും. ആ മെസ്സേജിൽ പറയുന്നത് ചിറകിൽ വന്നിടിച്ചു പക്ഷി എന്നാണ്. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷേ ഈ ലാൻഡിംഗ് ഗിയർ കംപ്ലൈൻ്റ് ആവുന്നത്. ഹൈഡ്രോളിക് സംവിധാനം പരാജയപ്പെട്ടു. വിമാനത്തിൻ്റെ വീലുകൾ പുറത്തേക്ക് വരാത്ത സാഹചര്യമുണ്ടായി. ആ സമയത്ത് പെട്ടെന്ന് തന്നെ എമർജൻസി ലാൻഡിംഗ് വേണം എന്നാണ് വിമാനത്തിൽ നിന്നും കോക്പിറ്റിൽ നിന്നും പൈലറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ സമയത്താണ് മുവാനിൽ എമർജൻസി ലാൻഡിംഗ് നടത്താനുള്ള അനുവാദം കൊടുത്തു. പക്ഷേ ലാൻഡിംഗ് ഗിയർ പ്രവർത്തനക്ഷമമല്ലാത്തതുകൊണ്ട് ബെല്ലി ലാൻഡിംഗ് നടത്താൻ തീരുമാനിച്ചു. ബെല്ലി ലാൻഡിംഗ് നടത്തി വിമാനം ലാൻഡ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ റൺവേയിൽ നിന്ന് തെന്നിമാറി നേരെ ഈ മതിൽക്കെട്ടിലേക്ക് പോയി ഇടിക്കുകയായിരുന്നു.
അവിടെ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇടിച്ച ഉടൻ നിമിഷ നേരം കൊണ്ട് വിമാനം ഒരു അഗ്നിഗോളമായി മാറി. ഇതാണ് അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ. ബെല്ലി ലാൻഡിംഗ് നടത്തിയതിനു ശേഷം റൺവേയിലൂടെ വിമാനം പോകുന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതിലുണ്ടായിരുന്ന 179 യാത്രക്കാരും തൽക്ഷണം ഈ അഗ്നിഗോളമായ വിമാനത്തിനുള്ളിൽ മരിച്ചു. ഈ സമയത്തൊക്കെ യാത്രക്കാർ വളരെ വല്ലാതെ പാനിക്കിലായിരുന്നിരിക്കും. നേരത്തെ ഖസാക്കിസ്ഥാൻ്റെ വാർത്ത വരുന്ന സമയത്ത് ഖസാക്കിസ്ഥാനിലെ ആ അസർബൈജാൻ്റെ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അന്ന് അപകടത്തിൽ മരിച്ചത് 32 പേരാണെങ്കിൽ ഇന്നിപ്പോൾ 179 പേരും ദക്ഷിണ കൊറിയയിലെ മുവാനിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് ദക്ഷിണ കൊറിയയിലെ പ്രാദേശിക ന്യൂസ് ഏജൻസികളെ ഉദ്ധരിച്ചാണ് നമ്മൾ ഈ കണക്ക് പറയുന്നത്. 179 യാത്രക്കാരും മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്.